ഹരേ കൃഷ്ണ. ഓക്കെ, വൺ സെക്കൻഡ്. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തിഹം. വന്ദേഹം ശ്രീഗുരും ശ്രീയുത പദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാനിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപൈശ്ച കൃപാ സിന്ധൂഭയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭോ നമോ നമഃ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ 1-ാം സ്കന്ധം അധ്യായം 9 ഭീഷ്മദേവന്റെ വിയോഗം എന്ന അധ്യായത്തിന്റെ ശ്ലോകം 48 നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ശ്ലോകം 48. തതോ യുധിഷ്ഠിരോ ഗത്വാ സഹ കൃഷ്ണോ ഗജാഹ്വയം പിതരം സാന്ത്വയാമാസ ഗാന്ധാരീം ച തപസ്വിനീം. അതായത് അനന്തരം തന്റെ രാജധാനിയായ ഹസ്തിനപുരത്തേക്ക് മഹാരാജാവ് യുധിഷ്ഠിരൻ ശ്രീകൃഷ്ണ ഭഗവാനോടൊപ്പം യാത്രയാവുകയും അവിടെ തന്റെ വലിയച്ഛനെയും തപസ്വിനിയായ വലിയമ്മ ഗാന്ധാരിയെയും അദ്ദേഹം സാന്ത്വനപ്പെടുത്തുകയും ചെയ്തു. അപ്പൊ ഈ സിറ്റുവേഷൻ എപ്പോഴാന്ന് ചോദിച്ചാല് കുരുക്ഷേത്ര യുദ്ധം എല്ലാം കഴിഞ്ഞു. ഭീഷ്മ പിതാമഹനെ വളരെയധികം സന്തോഷപരമായിട്ട് അദ്ദേഹത്തിന്റെ ദേഹവിയോഗം നടത്താനുള്ള എല്ലാ സജ്ജീകരണവും ഭഗവാൻ ചെയ്യുകയുണ്ടായി. കാരണം ഭഗവാന്റെ പരമഭക്തനാണ് ഭീഷ്മ പിതാമഹൻ. ഭീഷ്മ പിതാമഹന് യഥാർത്ഥത്തില് വരം കിട്ടിയിട്ടുണ്ട്, സ്വച്ഛന്ത മൃത്യു. എപ്പോഴാണോ സ്വയം ഇച്ഛിക്കുന്നത് അന്നേരം മരിച്ചാൽ മതി എന്നൊരു വരം കിട്ടിയിട്ടുണ്ട്. അതിൻ പ്രകാരം ഉത്തരായനം വരാൻ കാത്തിരുന്നു എന്നാണ് പറയുന്നത്. ഭാഗവതത്തിൽ ഉത്തരായനം വരാൻ കാത്തിരുന്നു ഭീഷ്മ പിതാമഹൻ ദേഹവിയോഗത്തിനായി എന്ന് പറയുന്നുണ്ട്. അവിടെ പർപ്പട്ടിലെ ശ്രീല പ്രഭുപാദ് പറയുന്നു, ഉത്തരായനം എന്ന് പറയുന്നത് 2 അർത്ഥത്തിലാവാം എന്നാണ്. ഒന്നാമത്തെ അർത്ഥം നമ്മൾ സൂര്യൻ ദക്ഷിണായനത്തിൽ നിന്നും ഉത്തരായനത്തിലേക്ക് ഗമിക്കുന്നു, ആ ഉത്തരായനം വരാനായിട്ട് സൂര്യന്റെ സഞ്ചാര ക്രമം, അതിന്റെ ഉത്തരായനം, കാലഘടന അതനുസരിച്ച് അതിനു വേണ്ടി വെയിറ്റ് ചെയ്തു എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്, ആരാണോ ഉത്തരയുടെ ഗർഭത്തിൽ പരീക്ഷിത് മഹാരാജാവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കയറിയത് ആ ആളിന്റെ വരവിനായി കാത്തിരുന്നു. ഉത്തരായനൻ എന്നുള്ള അർത്ഥം ഭഗവാൻ ഉണ്ട്. അങ്ങനെ ഒരു അർത്ഥവും കൂടെ ഭഗവാന് പറയുന്നുണ്ട്. അപ്പൊ ഉത്തരയ്ക്ക് ശരിക്കും ഭഗവാന്റെ അമ്മയുടെ സ്ഥാനാണ്. കാരണം ഗർഭത്തിൽ പ്രവേശിച്ചു എന്നുള്ളത് കൊണ്ട്. അപ്പോ ഉത്തരായനൻ വരാൻ കാത്തിരുന്നു എന്നുള്ള അർത്ഥത്തിലും ഭീഷ്മ പിതാമഹൻ വെയിറ്റ് ചെയ്തു. അത് മനസ്സിലാക്കിയ ഭഗവാൻ പഞ്ചപാണ്ഡവരെ എല്ലായ്പ്പോഴും നന്മയുടെ പ്രതീകമായിട്ട് മനസ്സിലാക്കിയിരുന്ന ഭീഷ്മ പിതാമഹൻ എല്ലായ്പ്പോഴും അവരുടെ വിജയത്തെയാണ് ആഗ്രഹിച്ചത്. അവര് രാജകീയ പ്രൗഢിയോടുകൂടി രാജ്യം ഭരിക്കുന്നത് കാണാൻ അങ്ങേയറ്റം ആഗ്രഹിച്ചിരുന്ന ആളാണ് ഭീഷ്മ പിതാമഹൻ. അതുകൊണ്ട് തന്നെ ഭീഷ്മ പിതാമഹന്റെ മുന്നിൽ അവരെ രാജകീയ പ്രൗഢിയോടുകൂടി പ്രസന്റ് ചെയ്യണം എന്നുള്ളത് ഭഗവാന് മനസ്സിലായിരുന്നു. അങ്ങനെ യുദ്ധം എല്ലാം കഴിഞ്ഞു. രാജ്യഭരണം യുധിഷ്ഠിര മഹാരാജാവിനെ ഏൽപ്പിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഭഗവാൻ പറയുകയുണ്ടായി, എല്ലാവരും രാജകീയ ആഭരണങ്ങൾ അണിഞ്ഞു വേണം ഭീഷ്മ പിതാമഹനെ സന്ധിക്കാൻ, അല്ലെങ്കിൽ പോയി ദർശനം എടുക്കാനെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഭഗവാൻ പറയുന്നുണ്ട്, ഭീഷ്മ പിതാമഹനിൽ നിന്ന് എങ്ങനെ രാജ്യതന്ത്രം മനസ്സിലാക്കണം, അല്ലെങ്കിൽ രാജ്യഭരണം എങ്ങനെ നടത്തണം, പ്രജാക്ഷേമ തൽപരനായിട്ട് എപ്രകാരം പ്രവർത്തിക്കണം എന്നുള്ളതിനെ പറ്റി ഭീഷ്മ പിതാമഹനിൽ നിന്ന് ചോദിച്ചറിയണം എന്നും യുധിഷ്ഠിര മഹാരാജാവിനെ ചട്ടം കിട്ടിയിരുന്നു. അപ്രകാരം അവരെല്ലാവരും രാജകീയ പ്രൗഢിയോടുകൂടി സേനാ സന്നാഹങ്ങളോടുകൂടി ഭഗവാൻ സമേതം അവര് ഭീഷ്മ പിതാമഹൻ ശരശയ്യയിൽ കിടക്കുന്ന ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ
പോവുകയും എല്ലാവരും പ്രണാമങ്ങൾ അർപ്പിക്കുകയും ഭീഷ്മ പിതാമഹൻ രക്തം വാർന്ന് ഏറ്റവും അവശ്യ നിലയിൽ ആയിരിക്കുന്ന സമയത്ത് പോലും ഈ ഭഗവാനും പഞ്ചപാണ്ഡവരും ഇങ്ങനെ ആഭരണ ഭൂഷിതരായി വരുന്ന കണ്ടപ്പോ വളരെയധികം സന്തോഷം ആ മുഖത്ത് ദർശിക്കാനായി. മാത്രമല്ല ആ ശരശയ്യയിൽ കിടന്നുകൊണ്ട് എല്ലാവർക്കും പ്രണാമങ്ങൾ അർപ്പിക്കുകയും കൊച്ചു മക്കളെ പേരക്കിടാങ്ങളെ തന്നോട് ചേർത്ത് നിൽക്കുന്ന വിധത്തിൽ അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും, സാധാരണ നമ്മുടെ കാലിൽ ഒരു മുള്ളു കൊണ്ടാൽ അല്ലെങ്കിൽ ഒരു പല്ലുവേദന വന്നാല് സാധാരണ മനുഷ്യരായ നമ്മൾ എത്രത്തോളം കഠിനമായ ആ വേദന മുഖത്ത് കാണിക്കും. ആരൊക്കെ നമ്മളെ സന്ദർശിക്കാൻ വന്നാലും അവരോടൊക്കെ ദേഷ്യഭാവത്തിൽ അല്ലെങ്കിൽ ആ വേദനാജനകമായ ഭാവത്തോടു ആയിരിക്കും നമ്മൾ അവരെയൊക്കെ സ്വീകരിക്കുക. അതേസമയം ഭീഷ്മ പിതാമഹൻ ആയിരക്കണക്കിന് കൂരമ്പുകൾ ശരീരത്തിൽ ഏറ്റുകൊണ്ട് അങ്ങനെ ശരശയ്യയിൽ കിടക്കുന്ന അവസ്ഥയിൽ പോലും തന്റെ പഞ്ചപാണ്ഡവരുടെ ആയിട്ടുള്ള രാജകീയ സുഖസൗകര്യത്തിൽ വരുന്ന കണ്ടപ്പോ അതീവ സന്തുഷ്ടനായതായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്രകാരം ഭീഷ്മ പിതാമഹൻ ഭഗവാനെ നേരിൽ ദർശിച്ച്, പക്ഷെ ശ്രീകൃഷ്ണ ഭഗവാൻ ഭീഷ്മ പിതാമഹന്റെ ഇംഗിതം മനസ്സിലാക്കിയിട്ട് 400 ഫോം വിഷ്ണു രൂപമാണ് ദർശനത്തിനായിട്ട് കൊടുത്തത് ഭീഷ്മ പിതാമഹന്. അന്ധകാലേച്ച മാമേവ സ്മരൺ മുക്ത കളേവരം. ആ സമയത്ത് ഭഗവാൻ രണ്ട് ഹാൻഡുള്ള കൃഷ്ണ രൂപം മാറിയിട്ട് 400 ഫോമുള്ള വിഷ്ണു രൂപം ഭീഷ്മ പിതാമഹന് കാണിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് വിഷ്ണു സഹസ്രനാമം ഭീഷ്മ പിതാമഹൻ ചൊല്ലാനിടയായത്, കീർത്തിക്കാനിടയായത്. വിഷ്ണു സഹസ്രനാമം ചൊല്ലി കീർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പഞ്ചപാണ്ഡവരിൽ സഹദേവൻ അത് ഗൃഹസ്ഥമാക്കുകയും പിന്നീട് അത് നമുക്കായിട്ട് പ്രസന്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭീഷ്മ പിതാമഹൻ വിഷ്ണു സഹസ്രനാമം ചൊല്ലിയതെല്ലാം ഇന്നും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ആദ്യമായിട്ട് വിഷ്ണു സഹസ്രനാമം ചൊല്ലിയത് ഭീഷ്മ പിതാമഹനാണ്. അത് സഹദേവനിലൂടെയാണ് നമ്മളിലേക്ക് എത്തിയതും. അപ്പോ ഭഗവാനെ വിഷ്ണു ഫാമിലി ഇങ്ങനെ കീർത്തിക്കുന്നത് കൊണ്ട് ഭഗവാൻ ഭീഷ്മ പിതാമഹന്റെ മുന്നിൽ 400 ഫോമില് പ്രത്യക്ഷീഭവിച്ചു. വന്നത് കൃഷ്ണനായിട്ട് തന്നെയാണ്, പക്ഷെ ആത്മാവ് വേർപെടുന്ന സമയത്ത് വിഷ്ണു ഫോം കാണിച്ചു കൊടുത്തു. അങ്ങനെ വൈകുണ്ഠലോക പ്രാപ്തിക്കുള്ള എല്ലാ സാഹചര്യവും ഭഗവാൻ ഭീഷ്മദേവന് ഉണ്ടാക്കി കൊടുക്കുകയും ആ ദേഹവിയോഗം സംഭവിച്ച സമയത്ത് ആ ശരീരത്തിൽ നിന്ന് ആത്മാവ് ഭഗവാനിലേക്ക് പോയത് സമയത്ത്, അല്ലെങ്കിൽ വൈകുണ്ഠധാമ പ്രവേശനത്തിലേക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് അവിടെ കൂടി നിന്നവരെല്ലാം നിശബ്ദരായതായി പറയുന്നു. കാരണം അവർക്കെല്ലാം സഹിക്കാനാവാത്ത വേർപാടാണ് ഭീഷ്മ പിതാമഹന്റെ വേർപാട്. കാരണം ചെറിയ നാള് മുതൽ, കുട്ടിക്കാലം മുതല് പാണ്ഡുവിന്റെ വിയോഗത്തെ തുടർന്ന് കുന്തിമാതയും ഈ 5 കുട്ടികളും ഭീഷ്മ പിതാമഹന്റെ ഒരൊറ്റ ആശ്രയത്തിലാണ്, ആ ഒരു തണലിലാണ് അവരവിടെ കൗരവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനായത്. ആ കൗരവര് 101 പേരും പഞ്ചപാണ്ഡവരെ ദ്രോഹിക്കാവുന്നതിന്റെ മാക്സിമം ദ്രോഹിക്കും. അവിടെയെല്ലാം അവർക്ക് സംരക്ഷകനായിട്ടും ഒരു അച്ഛന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ വല്യച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഭീഷ്മ പിതാമഹൻ അവർക്ക് എല്ലാ പ്രൊട്ടക്ഷനും കൊടുത്തിരുന്നു. അദ്ദേഹം മാത്രമല്ല വിതുരർ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ധർമ്മദേവനാണ്, യമനാണ്. ആ യമദേവൻ അല്ലെങ്കിൽ ധർമ്മദേവന് പോലും ധർമ്മത്തിന്റെ ഭാഗത്തെ നിൽക്കാൻ പറ്റും. അപ്പൊ അധർമ്മികളുടെ പക്ഷത്താണ് നിൽക്കുന്നതെങ്കിൽ പോലും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ചിന്ത കൊണ്ടും പാണ്ഡവരുടെ പക്ഷത്ത് തന്നെയായിരുന്നു വിതുരറും. അപ്പൊ ഭീഷ്മ പിതാമഹന്റെയും വിതുരരുടെയും സംരക്ഷണയിലാണ് ഈ കൊച്ചുകുട്ടികൾ വളർന്ന് വലിയ യോദ്ധാക്കളായി മാറിയത്. അപ്പൊ അതെല്ലാം കുന്തിമാതയ്ക്കും പഞ്ചപാണ്ഡവർക്കും നന്നായി നല്ല അത് ബോധ്യം ഉണ്ടായിരുന്നു. അപ്പൊ അപ്രകാരം അവര് ഭീഷ്മ പിതാമഹന്റെ ദേഹവിയോഗം അവർക്ക് സഹിക്കാവുന്നതിന്റെയും അപ്പുറമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ അർജുനന് ഭഗവാൻ ഗീത ഉപദേശിച്ചത് കൊണ്ട് അർജുനന് അനിവാര്യമായിട്ടുള്ള ആ ദേഹവിയോഗത്തെ താങ്ങാൻ സാധിച്ചു എങ്കിലും എല്ലാവർക്കും ഒപ്പം അർജുനനും സങ്കടം സഹിക്കാൻ വയ്യാതെ വിഷമിക്കുന്ന ഒരവസ്ഥയും അവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഭീഷ്മ പിതാമഹന്റെ ദേഹവിയോഗത്തിന് ശേഷം ചിതയിലേക്ക് എടുത്ത് വയ്ക്കുകയും എല്ലാ വൈദിക ആചാരപ്രകാരമുള്ള കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കുകയും ശേഷം എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിലേക്ക്, കൊട്ടാരങ്ങളിലേക്ക് മടങ്ങി പോവുകയും ചെയ്തതായിട്ട് കഴിഞ്ഞ ശ്ലോകം വരെ നമുക്ക് മനസ്സിലാക്കാം. ഈ ശ്ലോകത്തിൽ പറയുന്നത് ദുര്യോധനന്റെയും അദ്ദേഹത്തിന്റെ സഹോദരന്മാരുടെയും മാതാപിതാക്കളായ ഗാന്ധാരിയും ധൃതരാഷ്ട്രം മഹാരാജാവ് യുധിഷ്ഠിരന്റെ വലിയമ്മയും വലിയച്ഛനുമാണ്. കുരുക്ഷേത്ര യുദ്ധാനന്തരം വിശ്രുത ദമ്പതികളായ ധൃതരാഷ്ട്രർക്കും ഗാന്ധാരിക്കും അവരുടെ പുത്രപൗത്രന്മാരെ എല്ലാം നഷ്ടപ്പെടുകയാൽ മഹാരാജാവ് യുധിഷ്ഠിരന്റെ സംരക്ഷണത്തിലായിരുന്നു അവർ കഴിഞ്ഞത്.
അപ്പോ ഈ 101 മക്കളും നഷ്ടപ്പെട്ടിട്ടും ധൃതരാഷ്ട്രർക്കും ഗാന്ധാരിക്കും വീണ്ടും രാജകൊട്ടാരത്തിൽ തന്നെയാണ് വസിക്കാൻ സാഹചര്യം ഒരുക്കി കൊടുത്തത്. മക്കള് പോയി, രാജ്യം പോയി, എല്ലാം പോയി എങ്കിലും ആ രാജ്യഭരണം ഏറ്റെടുത്ത യുധിഷ്ഠ മഹാരാജാവ് വളരെ ധർമ്മിഷ്ഠനും നീതിമാനും ആയതിനാൽ തന്റെ വല്യച്ഛനെയും വല്യമ്മയും വളരെ സ്നേഹപൂർവ്വം കൂട്ടിക്കൊണ്ടുപോയി കൊട്ടാരത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി താമസിപ്പിച്ചതായി ഇവിടെ മനസ്സിലാക്കാം. അത്തരമൊരു വലിയ ജീവഹാനിയാൽ ഉണ്ടായ കഠോര വ്യതയിലാണ് അവർ ദിവസങ്ങൾ തള്ളി നീക്കിയിരുന്നത്. ധൃതരാഷ്ട്രരും ഗാന്ധാരിയും സ്വന്തം മക്കളാണ് മരണപ്പെട്ടിരിക്കുന്നത്. യുദ്ധത്തിൽ എല്ലാവരും കാലപുരുക്കി പോയി. അപ്രകാരം ദേഹവിയോഗം സംഭവിച്ച മക്കളുടെ ആ ദുഃഖഭാരത്താൽ ധൃതരാഷ്ട്രം ഗാന്ധാരിയും കൊട്ടാരത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. പ്രായോഗികമായി തപസ്വികളുടെ ജീവിതമാണ് അവർ നയിച്ചു കൊണ്ടിരുന്നത്. ധൃതരാഷ്ട്രയുടെ വല്യച്ഛനായ ഭീഷ്മദേവന്റെ മരണ വാർത്ത രാജാവിനും രാജ്ഞിക്കും മറ്റൊരു ശക്തമായ ആഘാതമായിരുന്നു. ആകയാൽ മഹാരാജാവ് യുധിഷ്ഠിരനിൽ നിന്നുള്ള സാന്ത്വനം അവർക്ക് ആവശ്യവുമായിരുന്നു. മഹാരാജാവ് യുധിഷ്ഠിരൻ തന്റെ കർത്തവ്യത്തെക്കുറിച്ച് ബോധവാനായിരുന്നതിനാൽ അദ്ദേഹം ഉടൻ തന്നെ കൃഷ്ണ ഭഗവാനോടൊപ്പം തൽസ്ഥാനത്തേക്ക് എത്തുകയും കരുണാർദ്രമായ വാക്കുകളാൽ മരണ ദുഃഖത്തിലായിരുന്ന ധൃതരാഷ്ട്രരെ സമാധാനിപ്പിക്കുകയും ചെയ്തു. ഭഗവാനും അപ്രകാരം തന്നെ ചെയ്തു. അപ്പോ ധൃതരാഷ്ട്ര ഗാന്ധാരിയെയും യുധിഷ്ഠ മഹാരാജാവ് ബാക്കി പരിവാരങ്ങളല്ല പഞ്ചപാണ്ഡവര് ഭഗവാൻ സഹിതം വന്ന് ആ ഭീഷ്മ പിതാമഹന്റെ ദേഹവിയോഗം പറയുകയുണ്ടായി. അപ്പോ അത് താങ്ങാനാവുന്നതിനും അപ്പുറം എന്നാണ് എല്ലാവർക്കും. ശരിക്കും ഭീഷ്മ പിതാമഹൻ ഇരു കൂട്ടർക്കും വളരെ വേണ്ടപ്പെട്ട വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടു പക്ഷത്തുള്ളവർക്കും അതീവ ദുഃഖം ഉണ്ടായി. ഇവിടെ ധൃതരാഷ്ട്രർക്കും ഗാന്ധാരിക്കും അത് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കർണാർദ്രയായ മാതാവിന്റെയും വിശ്വസ്തയായ പത്നിയുടെയും ജീവിതം നയിച്ചിരുന്നുവെങ്കിൽ തന്നെയും ഗാന്ധാരി ശക്തിമതിയായ തപസ്വിനിയുമായിരുന്നു. തന്റെ പതിയുടെ അന്ധത ഹേതുവായി ഗാന്ധാരി സ്വമേധയ കണ്ണുകൾ മൂടിക്കെട്ടിയിരുന്നു. ഒരു പത്നിയുടെ കർത്തവ്യം പതിയെ 100% അനുഗമിക്കുകയാകുന്നു. തന്റെ പതിയുടെ നിരന്തരമായ അന്ധതയിൽ പോലും അദ്ദേഹത്തെ അനുഗമിക്കുന്ന വിധം അത്രത്തോളം ഗാന്ധാരി പതിയോട് വിശ്വസ്തത പുലർത്തിയിരുന്നു. ആകയാൽ തന്റെ പ്രവൃത്തിയിൽ ഗാന്ധാരി ഒരു മഹാ തപസ്വിനിയുമായിരുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, വിവാഹ ദിവസം തന്നെ തന്റെ ഭർത്താവിന് കാഴ്ചയില്ലാത്തതിനാൽ തനിക്കും കാഴ്ചയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഗാന്ധാരിയും സ്വന്തം കണ്ണുകളെ മൂടിക്കെട്ടുകയാണ് ഉണ്ടായത്. അതിനുശേഷം 101 പുത്രന്മാരുണ്ടായെങ്കിലും 100 പുത്രന്മാരും ഒരു പുത്രിയും ഉണ്ടായെങ്കിലും ആ പുത്രന്മാരെ നേർവഴിക്ക് നയിക്കാനുള്ള കാഴ്ച ഗാന്ധാരിക്ക് ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. രണ്ടിൽ ഒരാൾക്കെങ്കിലും കാഴ്ച ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ പുത്രന്മാർ അധർമ്മ മാർഗത്തിലൂടെ സഞ്ചരിക്കില്ലായിരുന്നു. അല്ലെങ്കിൽ പാണ്ഡവരെ ദ്രോഹിക്കുന്നതെങ്കിലും അറ്റ്ലീസ്റ്റ് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. അതിൽ നിന്ന് ചെറുപ്പത്തിലെ അവരെ വിലക്കാനും സാധിക്കുമായിരുന്നു. പക്ഷെ ഇതെല്ലാം ഭഗവാന്റെ ലീലാവിലാസങ്ങളായി നമ്മൾ കണക്കാക്കിയാൽ ഗാന്ധാരിക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായത് തന്നെ ഇതെല്ലാം സംഭവിക്കാൻ നിമിത്തമാണ് എന്നതാണ് സാരം. സോ ഗാന്ധാരി സ്വന്തം കണ്ണുകളെ മൂടിക്കെട്ടി സ്വന്തം ഭർത്താവിന്റെ ഓരോ ചുവടുവയ്പിലും അനുഗമിച്ചിരുന്ന മഹാ തപസ്വിനിയായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. മാത്രമല്ല അവര് ആ തപശക്തിയുടെ ഫലമായിട്ടാണ് സ്വന്തം പുത്രന് ദുര്യോധനന് ശരീരമാസകലം തീഷ്ണമായ ശക്തി ആവാഹിച്ചു കൊടുക്കാൻ അവർക്ക് സാധിച്ചു. തന്റെ കണ്ണുകളിലൂടെ ഒരൊറ്റ ദർശനം മാത്രയിൽ തന്നെ അതീവ ശക്തി ആ ദുര്യോധനന് സ്വന്തം പുത്രന് പകർന്നു നൽകാൻ ഗാന്ധാരിക്ക് സാധിച്ചത് ഈ തപസ്സിന്റെ ശക്തി കൊണ്ട് തന്നെയായിരുന്നു. പക്ഷേ സന്ദർഭവശാൽ ഭഗവാൻ അവിടെയും ഇടപെട്ടത് കൊണ്ട് തൊടയുടെ ഭാഗം അരഭാഗം മാത്രം നാണം മറയ്ക്കുന്ന വിധത്തിൽ ഇലകൾ വെച്ച് കവർ ചെയ്തിട്ടാണ് സ്വന്തം അമ്മയുടെ മുന്നില് ദുര്യോധനനെ പ്രസന്റ് ചെയ്തത്. അപ്പൊ തന്നെ അത്രയും ഭാഗം ദുർബലമായി മാറുകയും യുദ്ധസമയത്ത് ഭീമന് ഭഗവാൻ തന്റെ തൊട തട്ടി കാണിച്ചു കൊടുക്കും. അവിടെ അടിച്ചാല് മരിക്കുള്ളൂ എന്ന് സൂചന കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഭീമൻ തന്റെ ഗദ കൊണ്ട് ദുര്യോധനന്റെ തൊടയിൽ അടിക്കുകയും അങ്ങനെ അവിടെ പൊട്ടി പിളർന്നിട്ടാണ് ദുര്യോധനന്റെ മരണം സംഭവിക്കുകയും ചെയ്യുന്നത്. അപ്രകാരം വളരെയധികം തപശക്തിയുള്ള ഒരു സ്ത്രീയായിട്ട് പതിവ്രത ആയിട്ടാണ് ഗാന്ധാരിയെ ഇവിടെ സൂചിപ്പിക്കുന്നത്. തന്റെ നിരന്തരമായ പതിയുടെ നിരന്തരമായ അന്ധതയിൽ പോലും അദ്ദേഹത്തെ അനുഗമിക്കുന്ന വിധം അത്രത്തോളം ഗാന്ധാരി പതിയോട് വിശ്വസ്തത പുലർത്തിയിരുന്നു എന്നും ഇവിടെ പറയുന്നു. അങ്ങനെ കർണാർദ്രയായ മാതാവിന്റെയും വിശ്വസ്തയായ പത്നിയുടെയും ജീവിതം നയിച്ചിരുന്നുവെങ്കിൽ തന്നെയും ഗാന്ധാരി ശക്തിമതിയായ തപസ്വിനിയുമായിരുന്നു. തന്റെ പതിയുടെ അന്ധത ഹേതുവായി ഗാന്ധാരി സ്വമേധയാ കണ്ണുകൾ മൂടിക്കെട്ടിയിരുന്നു.
ഒരു പത്നിയുടെ കർത്തവ്യം പതിയെ 100% അനുഗമിക്കുകയാകുന്നു. തന്റെ പതിയുടെ നിരന്തരമായ അന്ധതയിൽ പോലും അദ്ദേഹത്തെ അനുഗമിക്കുന്ന വിധം അത്രത്തോളം ഗാന്ധാരി പതിയോട് വിശ്വസ്തത പുലർത്തിയിരുന്നു. ഇന്നത്തെ മോഡേൺ യുഗത്തില് പതിയും പത്നിയും ഒരേ തുല്യത അവകാശപ്പെടുകയും ഭർത്താവിനുള്ള എല്ലാ അധികാരങ്ങളും അല്ലെങ്കിൽ എല്ലാ അവകാശങ്ങളും ഭാര്യയ്ക്കും വേണമെന്ന് വാദിക്കുകയും ഒരു പക്ഷേ ഭർത്താവിനേക്കാൾ അധികാരം തനിക്കാണെന്ന് സമർത്ഥിക്കുകയും ചെയ്യുന്ന കലിയുഗത്തിലാണ് നമ്മളിപ്പോ ജീവിച്ചിരിക്കുന്നത്. അത് സ്വാഭാവികമെന്നാണ് വ്യാസദേവൻ പോലും പറയുന്നത്. കലിയുഗത്തിൽ ഇങ്ങനെ സംഭവിക്കത്രേ. അതായത് സ്ത്രീകൾക്ക് ധൈര്യവും ശക്തിയും കൂടി വരികയും പുരുഷന്മാർക്ക് ധൈര്യവും ശക്തിയും കുറഞ്ഞു വരികയും പതിയെ പതിയെ പുരുഷന്മാരുടെ ശക്തി ക്ഷയിക്കുകയും സ്ത്രീകളുടെ ശക്തി കൂടിക്കൂടി വരികയും ചെയ്യും കലിയുഗത്തിന്റെ അന്ത്യത്തോട് അടുക്കുമ്പോൾ എന്നൊക്കെയാണ് പറയുന്നത്. അതിപ്പോഴേ കണ്ടു തുടങ്ങിയിരിക്കുന്നു അങ്ങും ഇങ്ങും ഒക്കെ. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ നമ്മൾ കാലഘട്ടം ഓർക്കുമ്പോൾ ഇത് ദ്വാപര യുഗത്തിലെ അവസാന സമയത്ത്, കലിയുഗത്തിന്റെ ആരംഭം പോലും ആയിട്ടില്ലാത്ത സമയത്തുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്റെ പ്രവൃത്തിയിൽ ഗാന്ധാരി ഒരു മഹാ തപസ്വിനിയായിരുന്നു. അതിനു പുറമെ തന്റെ 100 പുത്രന്മാരുടെയും പൗത്രന്മാരുടെയും ഒന്നടങ്കമുള്ള വിധത്തിലുണ്ടായ ആഘാതം സഹിക്കുക എന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നിശ്ചയമായും താങ്ങാവുന്നതിൽ അധികമാകുന്നു. 100 പുത്രന്മാരും മരിച്ചു വീണു, ദുശലയുടെ ഭർത്താവ് ഉൾപ്പെടെ മരിച്ചു വീഴുമ്പോൾ അവർക്ക് അത് ഒരു സാധാരണ സ്ത്രീക്കാണെങ്കിൽ അത് സഹിക്കാവുന്നതിന്റെയും അപ്പുറമാണ്. അവരപ്പൊ തന്നെ മോഹാലസ്യപ്പെട്ട് അപ്പോൾ തന്നെ മരണം വരിക്കാനുള്ള സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ മഹാ തപസ്വിയും അങ്ങേറ്റത്തെ പതിവ്രതയും ആയതുകൊണ്ടാണ് അവർക്കത് ആ ദുഃഖം താങ്ങാനായത് എന്നാണ് ഇവിടെ പറയുന്നത്. മാത്രമല്ല ആ ദുഃഖത്തിന്റെ ഹേതുവായ ഭഗവാനെ അവർ അങ്ങേറ്റം ശപിക്കുകയും ചെയ്തു. ശാപവാക്കുകളാൽ ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഭഗവാൻ അതും പുഷ്പങ്ങൾ വന്ന് ദേഹത്ത് പതിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഗ്ലോറിഫിക്കേഷൻ, ഒരു ഭക്തന്റെ വായിൽ നിന്ന് വരുന്ന ഗ്ലോറിഫിക്കേഷൻ എപ്രകാരമാണോ ഭഗവാനെ സന്തോഷമാക്കുന്നത്, അതുപോലെ ഗാന്ധാരിയുടെ ശാപവാക്കുകളെയും അദ്ദേഹം തന്റെ കർണപുടങ്ങളിലേക്ക് സ്വാഗതം ചെയ്തു ചെറു പുഞ്ചിരിയോടുകൂടി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, ഭഗവാൻ പറയാണ്, അല്ലയോ അമ്മേ, മാതാവേ, അങ്ങയുടെ എല്ലാ വാക്കുകളും ഞാൻ ശിരസാ സ്വീകരിക്കുന്നു. അമ്മയുടെ ആഗ്രഹം പോലെ അതെല്ലാം സംഭവിക്കുക തന്നെ ചെയ്യും. ഈ ശാപവാക്കുകൾ ഓരോന്നും ഞാൻ എനിക്കുള്ള ആദരമായിട്ട് തന്നെയാണ് സ്വീകരിക്കുന്നത്. അതിൽ അമ്മ വിഷമിക്കുകയോ വേണ്ട. തീർച്ചയായിട്ടും അമ്മയുടെ ശാപം ഫലിക്കുക തന്നെ ചെയ്യും എന്നൊരു വാക്കും ഭഗവാൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ആ ദ്വാപര യുഗം അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഭഗവാന്റെ കുലം ഒന്നാകെ നശിപ്പിക്കുകയും അവസാനം ഭഗവാൻ ഈ ഇഹലോകവാസം വെടിഞ്ഞ് ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തത് ഗാന്ധാരിക്ക് കൊടുത്ത വാക്ക് പാലിക്കുന്ന വിധത്തിലും ആയിരുന്നു. അങ്ങനെ ഒരു സ്ത്രീ ആണെങ്കിലും വ്യക്തി വൈശിഷ്ട്യത്തിൽ ഭീഷ്മദേവനേക്കാൾ ഒട്ടും പിന്നിലായിരുന്നില്ല ഗാന്ധാരി. അവരിരുവരും മഹാഭാരതത്തിലെ സ്തുത്യർഹമായ വ്യക്തിത്വങ്ങളുമാണ് എന്ന് നമ്മൾ ഓർക്കണം എന്നാണ് ഇവിടെ ശ്രീല പ്രഭുപാദം പറയുന്നത്. ഹരിബോൽ, ഹരേ കൃഷ്ണ. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാൻ പറ്റുമോ മാതാജി? എന്താണ് അവസ്ഥ? ഹരിബോൽ, ഹരേ കൃഷ്ണ. താങ്ക് യു. ഇല്ല മാജി, ഈ ഒരു ശ്ലോകമേ സോർട്ട് ചെയ്തിട്ടുള്ളൂ മാജി. വേറെ എന്തെങ്കിലും സ്റ്റോറീസ് കണക്ട് ചെയ്ത് പോണം മാജി? ജനറലായി പോയാ മതി മാജി. ഓക്കെ മാതാജി. ഹരിബോൽ, ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ നമുക്ക് വേദങ്ങളിലൂടെ ഇമ്പോർട്ടൻസും അതേസമയം ഭാഗവത ധർമ്മം പാലിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസും മനസ്സിലാക്കുന്ന വിധത്തിലാണ് ഭീഷ്മ പിതാമഹന്റെ ജീവിതത്തിന്റെ ത്യാഗവും അതുപോലെ യുധിഷ്ഠ മഹാരാജാവിന്റെ രാജ്യഭരണവും അതിനെപ്പറ്റി വിവരിക്കുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞാല് വൈദിക ആചാരപ്രകാരം, വേദവിധി പ്രകാരം ജീവിച്ചു വന്ന അല്ലെങ്കിൽ കർത്തവ്യങ്ങൾ നിറവേറ്റി വന്നവരാണ് ക്ഷത്രിയര്. സാധാരണ എല്ലാ മനുഷ്യരും വേദങ്ങൾ അനുസരിച്ച് തന്നെയാണ് ജീവിക്കേണ്ടത്. അപ്രകാരം ജീവിച്ചെങ്കിൽ മാത്രമേ ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ അങ്ങനെ മോക്ഷം നേടാനും ആവുകയുള്ളൂ. പക്ഷേ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് വ്യാസദേവൻ എല്ലാ വേദങ്ങളും രചിച്ചു കഴിഞ്ഞു. അതായത് ഉപനിഷത്തുകളെല്ലാം രചിച്ചു. ഉപനിഷത്തുകൾ എന്ന് പറഞ്ഞാല് വേദങ്ങളിൽ പ്രതിപാദിക്കുന്ന 33 കോടി ദേവി ദേവന്മാരുടെ സെപ്പറേറ്റ് ഗ്ലോറിഫിക്കേഷൻ അല്ലെങ്കിൽ ആരാധന ക്രമം എങ്ങനെയാണ്, മന്ത്രം എന്താണ് ചൊല്ലേണ്ടത്, വേഷവിധാനം എങ്ങനെ ആയിരിക്കണം, അങ്ങനെ വർണ്ണിക്കുന്നതാണ് ഉപനിഷത്തുകൾ. അപ്പോൾ ഉപനിഷത്തുകൾ യഥാർത്ഥത്തിൽ 33 കോടി ദേവി ദേവന്മാർക്കും പ്രത്യേകം ഉപനിഷത്തുകൾ ഉണ്ടായിരുന്നു. സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ഒക്കെ അത് അവൈലബിൾ ആയിരുന്നു. ദ്വാപരയുഗം വന്നപ്പോൾ ഇതെല്ലാം ക്ഷയിച്ചു പോയി, അല്ലെങ്കിൽ നാമാവിശേഷമായി ഇല്ലാണ്ടായി.
അത് തന്നെ ഭഗവാൻ ഭഗവത്ഗീതയിൽ അർജുനന് പറയുന്നുണ്ടല്ലോ, ഏവം പരമ്പരാ പ്രാപ്തം ഇമം രാജർഷയോ വിദു. അപ്പൊ സകാലേന മഹതോ യോഗോ നഷ്ട പരന്തപ. അപ്പൊ കാലക്രമേണ ഇതെല്ലാം നഷ്ടപ്പെടും. ശരിക്കും ശ്രീല പ്രഭുപാദ് പറഞ്ഞിട്ടുണ്ട്, ഈ കൃഷ്ണാവബോധം തന്നെ കലിയുഗത്തിന്റെ ആദ്യത്തെ 10,000 വർഷം കഴിയുന്നതോടുകൂടി കൃഷ്ണാവബോധ പ്രസ്ഥാനം തന്നെ ഇല്ലാണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. കാരണം നമുക്കിപ്പോ തന്നെ ആലോചിച്ചാൽ അറിയാം, ശ്രീല പ്രഭുപാദ് പോകുന്നതിന് മുന്നേ 12 ഗുരുജനങ്ങളെ നമുക്ക് സമ്മാനിച്ചിട്ടാണ് പോയത്. തന്റെ ശിഷ്യന്മാരിൽ നിന്നും ഏറ്റവും യോഗ്യരായിട്ടുള്ള 12 പേരെ ഗുരുസ്ഥാനത്ത് അവരോധിച്ചിട്ടാണ് അദ്ദേഹം പോയത്, 12 മഹാജനങ്ങളെ പ്രതിനിധീകരിച്ച്. പക്ഷേ ഇപ്പോഴതിൽ തന്നെ 12 പേരിൽ കുറെ പേരെല്ലാം ഇഹലോകവാസം വെടിഞ്ഞു കഴിഞ്ഞു, ഭഗവാന്റെ ധാമത്തിലേക്ക് പോയി കഴിഞ്ഞു. ബാക്കിയുള്ള ഗുരുജനങ്ങള് അവരും ഏകദേശം ആയുസ് അങ്ങനെ കാത്തിരിക്കാണ് അവസാനിപ്പിക്കാനായിട്ട്, ഇഹലോകവാസം വെടിയാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്കാണ് കടന്നിരിക്കുന്നത്. അപ്പോൾ പ്രഭുപാദിന്റെ കാലഘട്ടം കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവരുടെ ശിഷ്യന്മാരുടെ കാലഘട്ടവും ഏകദാണ്ട് കഴിയാറായിരിക്കുന്നു. കുറച്ചെങ്കിലും ഭാഗ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഇപ്പോ അവശേഷിക്കുന്ന ഗുരുജനങ്ങളിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കാനായാൽ പ്രഭുപാദിന്റെ തൊട്ടടുത്തുള്ള ശിഷ്യരിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കുന്ന അതേ എഫക്റ്റ് നമുക്ക് കിട്ടും. പക്ഷെ ഇനിയും അടുത്ത ജന്മം ആവട്ടെ, അല്ലെങ്കിൽ അടുത്ത കുറെ വർഷങ്ങൾ കഴിയട്ടെ, എനിക്ക് 19 വയസ്സൊക്കെ ആകട്ടെ എന്നൊക്കെ ചിന്തിച്ച് കഴിയുന്ന ആൾക്കാർക്ക് ഈ ജനറേഷനിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കാൻ പറ്റുമോ എന്ന് സംശയമാണ്. അത് കഴിഞ്ഞാൽ ഇവര് അപ്പോയിന്റ് ചെയ്യുന്ന അടുത്ത 4ാമത്തെ ജനറേഷനിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കേണ്ടി വരും. അപ്പോ ഓരോ പ്രാവശ്യവും ശ്രീല പ്രഭുപാദിന് ഉണ്ടായിരുന്ന ആ ശക്തി 12 പേരിലേക്ക് പകർന്നു നൽകി. അപ്പൊ 12-ൽ 1 കുറഞ്ഞു ഓരോ ഗുരുജനങ്ങൾ. ഇപ്പോഴുള്ളവർക്ക് പ്രഭുപാദിന്റെ 12-ൽ 1 ശക്തിയേ ഉള്ളൂ. ഇനി ഇവര് വേണം അടുത്ത ജനറേഷന് ശക്തി പകരാൻ. ആ ശ്രീല പ്രഭുപാദിന്റെ 12-ൽ 1 ശക്തി ഉള്ളതിനെ എത്ര ശിഷ്യന്മാർക്ക് ഗുരുത്വം സ്വീകരിക്കാം എന്നുള്ളതിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുവോ അത്രയും ഭാഗിച്ച് കൊടുക്കും. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ശക്തി വളരെ ദുർബലമായി പോവും. ആ ഗുരുവിൽ നിന്ന് സ്വീകരിക്കുന്ന ശിഷ്യന്മാർക്ക് അതിനേക്കാളും ദുർബലമായ പവറേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ പവറും ശോഷിച്ച് കാലക്രമേണ അതങ്ങ് അവസാനിക്കാനാണ് ചാൻസ്. പക്ഷേ ഭഗവാന്റെ അമ്പലങ്ങളെല്ലാം, നമ്മളിങ്ങനെ വിഗ്രഹാരാധന നടത്തുന്ന ക്ഷേത്രങ്ങളെല്ലാം നിലനിൽക്കുക തന്നെ ചെയ്യും, കലിയുഗത്തിന്റെ അന്ത്യം വരെയും നിലനിൽക്കും. പക്ഷേ അത് ആരാധിക്കാൻ അന്ന് ജനങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെ നമുക്ക് സംശയമാണ്. കാരണം ഭക്തന്മാരെല്ലാം ഓൾറെഡി ഇപ്പോ ഈ കലിയുഗത്തിന്റെ ആദ്യത്തെ 10,000 വർഷമാണ് ഗോയിങ് ഓൺ. അല്ലെ 5,000 6,000 വർഷത്തോളം കഴിഞ്ഞു പോയി. ഇനി വെറും 4,000 വർഷമേ ശേഷിക്കുന്നുള്ളൂ. ഈ 4,000 വർഷത്തില് ഒരു 1,000 വർഷവും കൂടെ നമുക്ക് കണക്കാക്കിയാൽ തന്നെയും ഇപ്പോൾ ഉള്ള പരമഭക്തന്മാരെല്ലാവരും കാലഗതി പ്രാപിക്കാനുള്ള സമയമായി കഴിഞ്ഞു. അങ്ങനെ ശുദ്ധഭക്തരെല്ലാവരും അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ വരുന്ന തലമുറയൊക്കെ നമ്മളിൽ നിന്ന് പകർന്നു കിട്ടിയ ജ്ഞാനം മനസ്സിലാക്കി ഭക്തിയുത സേവനം ചെയ്തു വരുന്നവര് വളരെ വളരെ കുറവായി വരും. കാരണം അവർക്ക് ആ തപശക്തി വളരെ കുറഞ്ഞ അളവിലേ അവർക്ക് പകർന്നു നൽകാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് എത്ര പ്യൂരിറ്റി ഉണ്ട്, അതിന്റെ 10,000-ൽ 1 അംശമേ നമുക്ക് പകർന്നു നൽകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് പ്രഭുപാദിനെ കാണുന്ന മാത്രയിൽ പരിശുദ്ധിയാകുന്ന ഒരു ഭക്തൻ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും ഇപ്പോ നമ്മൾ പിറകെ നടന്ന് മാല ജപിക്കൂ എന്നൊക്കെ പറഞ്ഞ് അവരെ കൊണ്ടൊക്കെ ജപിപ്പിച്ച് എല്ലാ ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ അവരുടെ തലയിലേക്ക് കയറ്റാൻ ശ്രമിച്ച് ഇത്രയും കഷ്ടപ്പെട്ടാൽ പോലും ആ പ്രഭുപാദിന്റെ 12-ൽ 1 വീണ്ടും 1000-ൽ 1 ഒക്കെ അംശമേ നമ്മളിലേക്ക് ഉള്ളൂ എന്നതുകൊണ്ട് നമുക്ക് എത്രത്തോളം അവരിലേക്ക് പ്യൂരിറ്റി പകർന്നു നൽകാൻ കഴിയും എന്നുള്ളത് വളരെ ചിന്തനീയമായ കാര്യമാണ്. അപ്പൊ അതുപോലും സ്വീകരിക്കാൻ തയ്യാറാവാത്ത ഈ സാധാരണ ആൾക്കാരിലേക്ക് നമുക്ക് എങ്ങനെയാണ് അവരെ പരിവർത്തനം നടത്തി കൃഷ്ണാവബോധത്തിലേക്ക് കൊണ്ടുവന്ന് പരിശുദ്ധരാക്കാൻ സാധിക്കുക? അത് വളരെ ദുഷ്കരം പിടിച്ച കാര്യമാണ്. എന്നാൽ പോലും ശ്രീല പ്രഭുപാദിന്റെ പുസ്തകങ്ങളിലൂടെ ബുക്കുകളിലൂടെ നമ്മൾ വിതരണം നടത്തുമ്പോൾ ആ പുസ്തകം ആരുടെയെങ്കിലും കിട്ടിയാൽ നമ്മളിൽ നിന്ന് കിട്ടുന്ന പ്യൂരിറ്റിയേക്കാൾ കൂടുതൽ പ്രഭുപാദിൽ നിന്ന് ഡയറക്റ്റ് ആ പ്യൂരിറ്റി അവരിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പുസ്തകം ഇത്രത്തോളം വിതരണം ചെയ്യണം എന്നതിന്റെ ഇമ്പോർട്ടൻസ് എല്ലാ ആചാര്യന്മാരും പറയുന്നത്. നമ്മളെക്കാൾ കഴിയാത്തത് പുസ്തകങ്ങളിലൂടെ, പ്രഭുപാദിന്റെ പർപ്പട്ട് എഴുതിയ ബുക്കുകളിലൂടെ. കാരണം ഓരോ വരികൾക്കിടയിലൂടെയും പ്രഭുപാദ് സ്വയം അവർക്ക് പറഞ്ഞു കൊടുക്കും, മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് പ്രഭുപാദിന്റെ പ്യൂരിറ്റി കൊണ്ട് മാത്രം ആ ബുക്ക് വായിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഇതില്
അഡ്വാൻസ് ആകാൻ സാധിച്ചെന്നിരിക്കും. അതുകൊണ്ടാണ് നിത്യം ഭാഗവത സേവയാന്ന് പറയുന്നത്. നിത്യവും നമ്മൾ ഭഗവാന്റെ ഗ്ലോറിഫിക്കേഷൻ ശ്രീല പ്രഭുപാദിന്റെ പർപ്പട്ടിലൂടെ പൊക്കോണ്ടിരിക്കണം. ശരിക്കും ശ്രീല പ്രഭുപാദ് ഇംഗ്ലീഷിൽ എഴുതിയത് കൊണ്ട് നമ്മൾ മാക്സിമം ഇംഗ്ലീഷിലുള്ള പർപ്പട്ട് വായിക്കാൻ വേണം ശ്രമിക്കേണ്ടത്. എങ്കിൽ മാത്രമേ പ്രഭുപാദിന്റെ ആ ഒരു രസം അല്ലെങ്കിൽ ആ ഭാവം നമ്മളിലേക്ക് എത്തുകയും ഉള്ളൂ. മലയാളത്തിലോ മറ്റു ലാംഗ്വേജുകളിലോ ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് വേറെ ആരോഗ്യമാണ്. അപ്പൊ അവരുടെ പ്യൂരിറ്റിയെ നമ്മളിലേക്ക് എത്തുള്ളൂ. അതേസമയം ഇംഗ്ലീഷിലുള്ള പർപ്പട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ആദ്യമൊന്നും മനസ്സിലാവില്ലെങ്കിൽ പോലും അതിലൂടെ പോയാൽ മതി. വായിച്ച് വായിച്ച് വരുമ്പോ തനിയെ നമുക്കത് ഭഗവാൻ സ്വയമേവ സ്ഫുരത്തിയത എന്ന് പറയുന്നത് പോലെ സ്വയം ഭഗവാൻ അത് മനസ്സിലാക്കി തരാം. അല്ലെങ്കിൽ പ്രഭുപാദിന്റെ കൃപ നമ്മളിലേക്ക് എത്തുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ഞാനും ആദ്യം ഇംഗ്ലീഷിലുള്ള ഭാഗവതം തന്നെയാണ് കംപ്ലീറ്റ് പഠിച്ചത്. അതിനുശേഷമാണ് മലയാളം ഭാഗവതത്തിലൂടെ പ്രീച്ച് ചെയ്യാനും തുടങ്ങിയത്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് പ്രഭുപാദ് എന്താണോ ഉദ്ദേശിച്ചത് അത് എനിക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദിന്റെ പർപ്പട്ട് ഡയറക്റ്റ് ആയിട്ട് പഠിക്കാൻ ശ്രമിച്ചത്. അല്ലാതെ ഇംഗ്ലീഷിൽ എനിക്ക് യാതൊരു പ്രാവീണ്യവും ഇല്ല. ഞാൻ മലയാളം മീഡിയത്തിലാണ് സ്കൂളിലൊക്കെ പഠിച്ചത്. കോളേജ് മാത്രം ഇംഗ്ലീഷിൽ പഠിക്കാൻ സാധിച്ചുള്ളൂ. അപ്പോ ഇംഗ്ലീഷിൽ പ്രാഗൽഭ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ പ്രഭുപാദിന്റെ പർപ്പട്ടിലൂടെ പോകുമ്പോൾ അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നതായിട്ട് ബോധ്യമാവും. അപ്പോ നമ്മൾ ആ ഒരു പ്രാർത്ഥനയോട് കൂടി അപ്രോച്ച് ചെയ്യണം എന്ന് മാത്രം. അപ്പോ ശ്രീല പ്രഭുപാദിന്റെ ബുക്കുകളിലൂടെ നമ്മളിങ്ങനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കും തോറും നമ്മുടെ അമ്പലത്തിൽ തന്നെ അതിനൊരു പ്രത്യേക സെക്ഷൻ തന്നെ ഉണ്ട് ബുക്ക് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട്. എല്ലാവരും മാക്സിമം ആൾക്കാർ പറ്റുന്നവര് പല ഫോളൻ സോളിനും കൊണ്ട് എത്തിക്കുക. അവര് വായിച്ചില്ലെങ്കിൽ പോലും അവരുടെ കൈകളിൽ എത്തിയാൽ തന്നെ അത് പുണ്യവരാണ്. അങ്ങനെ നമുക്ക് എത്തിക്കാൻ സാധിച്ചാൽ അതിൽ പരം മഹത്വരം വേറൊന്നുമില്ല. കലിയുഗത്തിൽ നമുക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ മാക്സിമം നമ്മൾ പ്രഭുപാദിന്റെ ബുക്കുകൾ എല്ലാവരിലും എത്തിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം നമ്മൾ പ്രഭുപാദിന്റെ പർപ്പട്ടിലൂടെ പോകാൻ ശ്രമിക്കുക. ഓരോ വാക്കിലും ഓരോ വരികളിലും നമ്മൾക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പ്രഭുപാദ് പറഞ്ഞു തരുന്നുണ്ട്, പറയാതെ പറയുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിച്ചാൽ ഭാഗവതം എന്നല്ല ഏതൊരു ബുക്കും നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഹരിബോൽ, ഹരേ കൃഷ്ണ. നമുക്ക് ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എന്തെങ്കിലും ഡൗട്ട് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കും. ഹരിബോൽ, ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. പറയണം മാതാജി. പ്രണാമം. മാതാജി പറഞ്ഞു കലിയുഗത്തിന്റെ അവസാനം അമ്പലങ്ങളെല്ലാം കാണുമെന്ന് പറഞ്ഞു. അതൊന്നും അതായത് വിഗ്രഹാരാധനയ്ക്കോ ഭക്തരോ കാണില്ലെങ്കിലോ അമ്പലങ്ങൾ കാണുമെന്ന് പറഞ്ഞു. അതൊന്ന് വിശദീകരിച്ചു തരാം മാതാജി. അതായത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം നോക്കും മാതാജി. അത് ഇനി ആരെ കൊണ്ടും അത് ഇടിച്ചു പൊളിക്കാൻ സാധിക്കില്ല. അത് എന്നേക്ക് നിലനിൽക്കും. അതുപോലെ തന്നെ നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാനെ വച്ച് ആരാധിക്കുന്ന വെറും ചുടുകട്ട കൊണ്ട് കെട്ടിയ കെട്ടിടങ്ങളാണെങ്കിൽ പോലും ഭഗവാന്റെ ആരാധന നടന്നിരുന്ന സ്ഥലമാണെങ്കിൽ അത് നാമാവിശേഷം ആവില്ല. പക്ഷേ ചിലപ്പോൾ ഭക്തന്മാരൊന്നും ഉണ്ടായിന്ന് വരില്ല. ചിലപ്പോൾ പശുക്കളൊക്കെ ആയിരിക്കും അവിടെ കാലിത്തൊഴുത്തായിട്ടായിരിക്കും അമ്പലങ്ങളെ അവർ പരിഗണിക്കുക. അല്ലെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പട്ടികളോ അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും ആവാസ കേന്ദ്രമായിട്ട് അതിനെ സ്വീകരിക്കുക കലിയുഗത്തിന്റെ അങ്ങ് മൂർധന്യത്തിൽ പോകുമ്പോൾ. പക്ഷേ കലിയുഗത്തിന്റെ അന്ത്യത്തിൽ അധർമ്മികളെ എല്ലാം തച്ചുടയ്ക്കാനായിട്ട് കൽക്കി അവതാരം വരും. ആ കൽക്കി അവതാരത്തെ സ്വീകരിക്കാനായിട്ട് ഈ അമ്പലങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി ഭക്തജനങ്ങൾ ഒന്നും ഉണ്ടാവില്ല. അതാണ് വാസ്തവം. അതുകൊണ്ട് അത് എന്നെന്നും നിലനിൽക്കും. ഹരേ കൃഷ്ണ. അതായത് ഞാൻ ഇങ്ങനെ ഏതോ ഒരു സ്പീച്ചിൽ ഒരു ക്ലാസ്സിൽ എങ്ങോട്ടോ കേട്ടിട്ടുണ്ട്, അവസാന സമയത്ത് ഒരു അമ്പലങ്ങൾ പോലും ഈ ഭൂമിയിൽ കാണില്ല കലിയുഗത്തിന്റെ മൂർധന്യാവസ്ഥയിലെന്ന് കേട്ടു. അതോ ഞാൻ ചോദിച്ചത് മാതാജിയുടെ അടുത്ത്. അത് അങ്ങനെ സംഭവിക്കുന്നത് കലിയുഗത്തിന്റെ അവസാനമാണ് പ്രളയം വരിക. പ്രളയം വരുമ്പോ ഒന്നും ഉണ്ടാവില്ല മാതാജി. എല്ലാം അവസാനിക്കും. ഒന്നും ഉണ്ടാവില്ല. എല്ലാം തീരും. പക്ഷെ കൽക്കി അവതാരം എടുക്കുന്നത് വരെയും അങ്ങുഞ്ഞും അമ്പലങ്ങൾ, പത്മനാഭസ്വാമി ക്ഷേത്രം പോലുള്ള അമ്പലങ്ങളൊക്കെ ഉണ്ടാവും. മധുര മീനാക്ഷി ക്ഷേത്രം, അങ്ങനെയുള്ള തഞ്ചാവൂര് ഒക്കെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അങ്ങനത്തെ ക്ഷേത്രം, കാരണം ഇതൊക്കെ ഏത് യുഗത്തിൽ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് ഇന്നും മനുഷ്യർക്ക് അറിയില്ല, മനസ്സിലാക്കാനായിട്ടില്ല. ഇത് ഒരു കലിയുഗം അവസാനിക്കുന്ന പ്രളയം ഉണ്ടാകുന്നത് വരെ ഉണ്ടാവും. പിന്നെ ഒന്നേന്ന് സത്യയുഗം തുടങ്ങുമ്പോൾ വീണ്ടും ഇതുപോലെ സ്വയംഭൂവായിട്ട് അമ്പലങ്ങളൊക്കെ ഉണ്ടാവും. ശരിക്കും ഇങ്ങനത്തെ അമ്പലങ്ങളൊക്കെ ദേവന്മാരുടെ ബൃഹസ്പതി അവരാണ് ഗുരു, അവരാണ് ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്. കാരണം പിന്നെ അജന്ത കേവുകളൊക്കെ പോയി കണ്ടാൽ അറിയാം. അവിടെയൊക്കെ ഒരു പാറ തുരന്നാണ് അമ്പലം ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലാതെ
പാറകള് അടുക്കി പറക്കി വെച്ചിട്ടല്ല കെട്ടി ഉണ്ടാക്കിയിരിക്കണേ. അതൊക്കെ ഭയങ്കര അതിശയല്ലേ, മനുഷ്യന്റെ ഇന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന്. ഇതൊക്കെ സത്യയുഗത്തില് ദേവന്മാരൊക്കെ അപ്പൊ യഥേഷ്ടം ഈ ഭൂമിയിൽ വരും. സത്യയുഗത്തില് മനുഷ്യർക്കൊപ്പം തന്നെ ദേവന്മാർക്കും സഹവാസം പ്രത്യക്ഷത്തിൽ ഉണ്ടാവും. മുരുകനും ഗണപതി അവരൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് സുഖാറ്റ് എവിടെ വേണമെങ്കിലും അമ്പലം ഉണ്ടാക്കാം. അവരുടെ ആ ദിവ്യ ശക്തി കൊണ്ട് അവർക്ക് എങ്ങനത്തെ അമ്പലം വേണമെങ്കിലും ഉണ്ടാക്കാം. മന്ത്രം ചൊല്ലിയാണ് ശരിക്കും ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. മന്ത്രങ്ങൾ, അതായത് ആയുധങ്ങളൊക്കെ നമ്മള് മന്ത്രധ്വനിയാലാണ് ആയുധം. ഇപ്പൊ ഫോർ എക്സാമ്പിള് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചില്ലേ, അശ്വത്ഥമാവ്. അശ്വത്ഥമാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നത് ഓടുന്നതിന്റെ ഇടയിലാണ്. അതായത് അർജുനൻ പിടിക്കാൻ പോകുമ്പോ അതിന്റെ ഓടിക്കൊണ്ടിരിക്കുമ്പം ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നുണ്ട് അർജുനനെതിരെ. അതിനെയാണ് അർജുനൻ നിർവീര്യമാക്കിയത് ഭഗവാന്റെ ഉപദേശപ്രകാരം. അപ്പോ ഓടുന്ന അശ്വത്ഥമാവിന്റെ കയ്യിൽ ഒരു കച്ചിത്തുരുമ്പാണ് കിട്ടുന്നതെങ്കിലും ആ കച്ചിത്തുരുമ്പിനെ സ്ട്രോങ് ആയി കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു മന്ത്രം ജപിക്കുമ്പോഴാണ് ആ പുൽക്കൊടി നാമ്പ് അല്ലെങ്കിൽ കച്ചിത്തുരുമ്പ് ഒരു അസ്ത്രത്തിന്റെ പവർ ആവുന്നത്, ബ്രഹ്മാസ്ത്രമായി മാറുന്നത്. ഇതെല്ലാം മന്ത്രങ്ങളിലൂടെയാണ് അവർ സാധിക്കുന്നത്. അതേപോലെ ഈ അമ്പലങ്ങളെല്ലാം മന്ത്രങ്ങൾ, അതാത് മന്ത്രങ്ങളുണ്ട് ഓരോന്നിനും. അങ്ങനെയാണ് സ്വയംഭൂവായിട്ട് ഈ അമ്പലങ്ങളെല്ലാം, നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം പോലുള്ള അമ്പലങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ അത് അതിശയകരമായിട്ട് പറയുന്നില്ലേ, മുകളിലത്തെ ഗോപുരത്തിൽ നിന്ന് സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് ഇറങ്ങുന്ന കാണാന്ന്, ഏതോ വർഷത്തിൽ 2 പ്രാവശ്യം അങ്ങനെ കാണാൻ പറ്റുന്നു. അതൊക്കെ ആ ഒരു കണക്കിൽ പ്രകാരം മന്ത്രങ്ങൾ ധ്വനികളാൽ അവർ അങ്ങനെ അറേഞ്ച് ചെയ്ത് ഉണ്ടാക്കിയതാണ്. അല്ലാതെ നമ്മളിപ്പോ ഉപയോഗിക്കുന്ന ക്രെയിനോ അല്ലെങ്കിൽ ചാന്തോ അതൊന്നുമല്ല അവർ ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാം മന്ത്രത്താൽ ആണ് അതെല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. കർദമ മുനി മന്ത്രത്താൽ 7 നില മാളിക പണിതതായിട്ട് നമ്മൾ ഭാഗവത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട് ദേവഹുതിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഒരു കർദമ മഹർഷിക്ക് സാധിക്കുമെങ്കിൽ ദേവീ ദേവന്മാർക്ക് എന്താ സാധിക്കാത്തത്? അങ്ങനെ ചിന്തിച്ചാലേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂ. ഹരിപോലെ. ഹരേ കൃഷ്ണ മാതാജി. മാതാജി മനസ്സിലായി നന്നായിട്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും കൃഷ്ണ കർദമ മുനി അല്ലേ വിമാനം ഇറക്കി ഇത് പറഞ്ഞിട്ടുള്ളത് മാതാജി? അതെ, ചലിക്കുന്ന അതെ 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 അതെ, അതെല്ലാം മന്ത്രത്താലാണ്. ഈ രാവണൻ പുഷ്പക വിമാനം കൊണ്ടുവന്ന് സീതയെ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞില്ലേ, ശരിക്കും രാവണൻ വന്നത് എങ്ങനെയാ? ഒരു വൃദ്ധന്റെ രൂപത്തില് ഒരു ഭിക്ഷ യാചിക്കുന്ന പോലെയാണ് വന്നത് സീതയുടെ മുന്നില്. നമുക്കറിയാം, സീതയുടെ മുന്നില് ആ ലക്ഷ്മണൻ വരച്ചിട്ട് പോയ ആ വരയ്ക്ക് തൊട്ട് വെളിയിൽ നിന്നിട്ട് ഭിക്ഷാന്തേകിയെ പോലെ സീതാമാതയോട് ചോദിക്കുകയാണ് ഭിക്ഷ തരൂന്ന്. ഭിക്ഷ എടുത്തോണ്ടൊന്ന് കൊടുക്കാൻ പോയപ്പോഴാണ് പറയണേ, ഈ വരയ്ക്ക് ഇപ്പുറം വരൂ, എനിക്ക് അങ്ങോട്ട് വരാൻ ആവതില്ല. അത്രയും വയോവൃദ്ധനായിട്ടാണ് നിൽക്കുന്ന രാവണൻ. ഇമ്മീഡിയറ്റ് ആയിട്ട് സീതാമാതയെ കടന്നു പിടിക്കുകയും അപ്പോഴേ തന്നെ ഓൺ ദ സ്പോട്ടിൽ പുഷ്പക വിമാനം അവിടെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അതെങ്ങനെയാ? രാവണൻ മന്ത്രങ്ങൾ ജപിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ചൊല്ലുമ്പോഴാണ് ആ പുഷ്പ വിമാനം അവിടെ ഉണ്ടാകുന്നത്. അതിനെ പിടിച്ചെടുത്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത്, കട്ടോണ്ട് പോയത്. അപ്പൊ ഇതെല്ലാം മന്ത്രങ്ങളിലൂടെയാണ്. ഇതൊന്നും കയ്യില് പുഷ്പവിമാനത്തോടെ ഇങ്ങനെ കൊണ്ടുവരണം അങ്ങനെയൊന്നുമില്ല. അതുപോലെ തന്നെ നാരദ മഹർഷിക്ക് എവിടെ വേണോ പോവാൻ പറ്റുന്നു. എങ്ങനെയാ? മന്ത്രത്താലാണ്. മന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെ അദ്ദേഹത്തിന് പോകാൻ പറ്റും. അതുകൊണ്ടാണ് മഹാമന്ത്രം ജപിക്കുന്നതിലൂടെ നമുക്ക് എല്ലാ സിദ്ധികളും നേടാൻ പറ്റുമെന്ന് ശ്രീല പ്രഭുപാദ് പറയുന്നത്, ആചാര്യന്മാർ പറയുന്നത്. ശരിക്കും ഒരു 2 മണിക്കൂർ ആ ബ്രഹ്മ മുഹൂർത്തത്തില് എത്രയോ തവണ നമ്മളിങ്ങനെ 16 മാല ജപിച്ച് 16 അല്ല, കൂടുതൽ ജപിക്കാൻ പറ്റിയാൽ വെല്ലാൻ ഗുഡ്. അങ്ങനെ ജപിച്ചാൽ ഒരു യോഗി നേടുന്നതിനേക്കാൾ പവർഫുൾ മിസ്റ്റിക് പവർ നമുക്ക് നേടാനാവും. അത് സത്യം തന്നെയാണ്. അങ്ങനെ നേടിയ ആചാര്യന്മാരൊക്കെ ഉണ്ട്. പക്ഷെ അവർ ആ മിസ്റ്റിക് പവർ ഒന്നും ആൾക്കാരുടെ മുന്നിൽ ഭസ്മം എടുക്കാനോ അങ്ങനെയൊന്നും കാണിക്കില്ല. അവർക്ക് അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ സാധാരണ മനുഷ്യരെ നമ്മൾ വിചാരിച്ചാലും അത് സാധിക്കും. പക്ഷെ ആ ബ്രഹ്മ മുഹൂർത്തത്തില് കൃത്യനിഷ്ഠയോട് ശുദ്ധിവൃത്തിയോടുകൂടി പത്മാസനത്തിൽ ഇരുന്നു കൊണ്ട് നട്ടെല്ലും കഴുത്തും സ്ട്രെയിറ്റ് ലൈനിൽ വെച്ചുകൊണ്ട് അങ്ങനെയൊക്കെ വേണം ജപിക്കാൻ. ഒരു അക്ഷരം പോലും തെറ്റാതെ. അതെല്ലാം മന്ത്രമാണ്. മന്ത്രത്തിൽ അക്ഷരത്തെറ്റ് വരാൻ പാടില്ല, ഉച്ചാരണത്തിന്റെ പോലും തെറ്റ് വരാൻ പാടില്ല. അത്രയും കോൺസെൻട്രേഷൻ കൊടുത്ത് ജപിച്ച് വന്നു കഴിഞ്ഞാൽ അഷ്ടാംഗ യോഗി നേടുന്നതിനേക്കാൾ ശ്രേഷ്ഠത, മിസ്റ്റിക് പവർ എല്ലാം നമുക്ക് കിട്ടും. അത് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും പരീക്ഷിക്കാം. പക്ഷെ പരീക്ഷിച്ചിട്ട് മിസ്റ്റിക് പവർ നേടുമ്പോൾ അത് മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതോടെ ആ ശക്തി പോകും. അങ്ങനെയുണ്ട്. ഹരിബോൽ. ഹരേ കൃഷ്ണ മാതാജി. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഐശ്വര്യ മാതാജി, നമുക്ക് വൈൻഡപ്പ് ചെയ്യാവോ മാതാജി? യെസ് മാജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ വാചോ വേറെ പറയാം. ആർക്കെങ്കിലും ഡൗട്ട്സ് ഇല്ലെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കൃഷ്ണ മാതാജി. ചോദിക്കണം മാതാജി. മാതാജി, നമ്മൾ ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നില്ല, അപ്പൊ നമ്മൾ എത്ര ടൈമില് നമുക്ക് നീറ്റ് ഇപ്പൊ രാത്രി ആകുമ്പോ അത് നെഗറ്റീവ് എനർജിയുടെ സമയം എന്ന് പറയുന്നു. അതെ, അപ്പൊ നമ്മൾ എണീറ്റ് ജപിക്കേണ്ട ടൈം അത് എപ്പോഴാണ്? നമുക്ക് 2 മണിക്ക് അല്ലെങ്കിൽ 3 മണിക്ക് അങ്ങനെ ഒരു ടൈം നമുക്ക് ഉണ്ടോ? ശരിക്കും ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞാൽ സൂര്യ ഉദയത്തിന്റെ ആ സമയം മുതൽ 1.5 മണിക്കൂർ ബാക്കിലോട്ടെന്നാണ്. സൂര്യൻ ഉദിക്കുന്ന ആ സമയത്തിന് 1.5 മണിക്കൂർ പിറകിലോട്ടാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയാം. അപ്പോ ഇപ്പൊ 6:05 സൂര്യൻ ഉദിക്കുന്നതെന്ന് നമ്മുടെ കലണ്ടറിലൊക്കെ നോക്കിയാൽ അറിയാം. ഓരോ ദിവസത്തെ സൂര്യ ഉദയം അസ്തമയം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് അത്രത്തോളം കൃത്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല എത്രത്തോളം കൃത്യത ഉണ്ടെന്ന്. കാരണം അത് ഓരോരുത്തർ ഗണിച്ച് പറഞ്ഞ് എഴുതുന്ന അതുപോലെ ഇരിക്കും. എനിവേ ഒരു അപ്രോക്സിമേറ്റ് ഈക്വൽ ആയിരിക്കും ആ ടൈം. ഒരു 6:05 എന്ന് പറഞ്ഞാല് 6:10 വരെ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ അതിൽ നിന്ന് 1.5 മണിക്കൂർ പിറകോട്ട് കണക്കാക്കണം. അങ്ങനെ ബുദ്ധിമുട്ടിനേക്കാൾ നല്ലതാണ് 6 മണി മുതൽ 2 മണിക്കൂർ പിറകോട്ട്. അപ്പൊ 4 മണി മുതൽ കണക്കൂട്ടിയാൽ മതി. 4 തൊട്ട് 6 വരെയാണ് ബ്രഹ്മമുഹൂർത്തം. ഈ 2 മണിക്കൂർ മതി നമുക്ക് 16 റൗണ്ട് ചാണ്ടിയാൽ. അങ്ങനെ ഒരു അപ്രോക്സിമേറ്റ് കണക്കെടുത്തിട്ട് നമുക്ക് ചെയ്യാനേ പറ്റൂ ഈ കലിയുഗത്തിൽ. അതേസമയം സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ഒക്കെ കൃത്യമായിട്ട് അവർക്ക് കണക്കറിയാൻ പറ്റും. കൃത്യം സമയം പ്രവചിക്കാൻ പറ്റുമായിരുന്നു അന്നൊക്കെ. ഈ അമ്പലത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അമ്പലം എങ്ങനെ സൃഷ്ടിച്ചു എന്ന് ഇന്ന് ആർക്കും അറിയില്ല. അതുപോലെ തന്നെയാണ് അന്നും കാലഗണനയിൽ കൃത്യത ഉണ്ടായിരുന്നു. ഇപ്പൊ കലിയുഗത്തിൽ ഒരു കൃത്യത ഒന്നിലും ഇല്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹരേ കൃഷ്ണ മാതാജി, താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ ക്ലാസ്. മാതാജിയുടെ ക്ലാസ് നമ്മൾ 1.5 മണിക്കൂർ പ്രതീക്ഷിച്ചിരുന്നു. പ്രഭു ടോപ്പിക്ക് തന്നു കഴിഞ്ഞാൽ കാരണം ശ്ലോകം ഒന്നേ എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ആ ശ്ലോകം ആണെങ്കിൽ മഹാഭാരതത്തിന്റെ ബാക്കിയായിരുന്നു. അപ്പൊ പിന്നെ ഭാഗവത്തിന്റെ ചെറിയൊരു ടച്ച് ഉണ്ടായിരുന്നു. അതൊന്നും അല്ല, മാതാജി വിചാരിച്ചാല് ഇതിനൊക്കെ 3 മണിക്കൂർ 5 മണിക്കൂർ സംസാരിക്കാനുള്ള സ്റ്റാഫ് മാതാജിക്ക് ഉണ്ട്. അപ്പൊ നമ്മള് കൂടുതൽ ക്ലാസ് ആഗ്രഹിക്കുന്നു മാതാജിയുടെ ഭാഗത്ത് നിന്ന്. ജനറൽ ഈ ശ്ലോകത്തിൽ നിന്ന് അല്ലെങ്കിൽ മാതാജി വെളിയിൽ നിന്നും പറയാമല്ലോ. അതെ തീർച്ചയായിട്ടും പ്രഭു. ഞാനത് നോക്കാം. നമ്മളൊരു 1.5 മണിക്കൂർ ക്ലാസ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ദയവായി തന്നാലും മാതാജി പ്ലീസ്. ഹരിബോൽ, ഹരേ കൃഷ്ണ. ശരിക്കും ആർക്കെങ്കിലും അറിയാൻ്റെ ടോപ്പിക് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഇനിയിപ്പോ ഹാഫ് ആൻ അവറൂടെ എനിക്ക് പറ്റും ഇരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. മാതാജി അങ്ങനെ നോക്കണ്ട. സാധാരണ മാതാജി എപ്പോ ക്ലാസ് എടുത്താലും ആൾക്കാർ അങ്ങനെ ഒന്നും ചോദിക്കത്തില്ല. അതെ, 1 മണിക്കൂർ മിനിമം. ദയവായി മാതാജിയെ പോലുള്ള ആൾക്കാരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു. മാതാജി ശ്രീമദ് ഭാഗവതം മുഴുവനും ക്ലാസ് എടുത്ത വ്യക്തിയാണ്. അപ്പൊ പിന്നെ നമുക്ക് അതിന് കുറച്ചെങ്കിലും മാതാജിയുടെ ടൈമിൽ കിട്ടണ്ടേ. ദയവായി അനുഗ്രഹിച്ചാലും മാതാജി പ്ലീസ്. ഭഗവാന്റെ സേവ ചെയ്യണ പ്രഭുവിന്റെ പാതാരബിന്ദങ്ങളിലാണ് ഞാൻ പ്രണാമങ്ങൾ അർപ്പിക്കുന്നത്. കാരണം ഭഗവാന്റെ ഡയറക്റ്റ് സേവ ചെയ്യാന്ന് പറഞ്ഞാല് അത് എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല പ്രഭു. അപ്പൊ ശരിക്കും ഒരു ഭക്തന്റെ എളിമയാണ് പ്രഭുവിലൂടെ കണ്ടത്. അങ്ങനെ തന്നെ നമ്മൾ വേണം. നമ്മളൊക്കെ ചെയ്യുന്നത് വലിയ കാര്യമാണെന്ന് സ്വയം ചിന്തിച്ചു കഴിഞ്ഞാൽ അതോടെ ഇല്ലാതാവും. പക്ഷെ നമ്മൾ ചെയ്യുന്നത് മതിയാവില്ല, ഇനിയും വേണം അങ്ങനെ ഒരു ടെൻഡൻസി എല്ലാവരും വളർത്താന്നുണ്ടെങ്കിൽ നമുക്ക് ഭാഗവതം തനിയെ വെളിവായി കിട്ടും. ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ്. എനിക്ക് ഇനിയും മനസ്സിലാക്കണം. ഞാനിപ്പോ ഭക്തി വൈഭവന് ചേർന്നത് ആ ഉദ്ദേശത്തോടു കൂടിയാണ്. കാരണം പലരിൽ നിന്നും പലതും അറിയാൻ പറ്റും. പക്ഷെ നമ്മൾ പാലിനെ പോലെ ആയിരിക്കണം എന്നാണ്. അതായത് പാലും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് കൊടുത്താല് പാല് മാത്രം സക്ക് ചെയ്തെടുക്കുന്നത് പോലെ ഭാഗവതം ആരിൽ നിന്ന് കേട്ടാലും അതിൽ നിന്ന് ആ എസൻസ് മാത്രം നമ്മൾ കേൾക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കണം. കാരണം ഇപ്പൊ നമ്മൾ ലെക്ചർ കേട്ടാൽ അറിയാം, പലരുടെയും ലെക്ചർ ഉണ്ട്. ഒരുപാട് രാമനാഥ സ്വാമി പോലുള്ള മഹാജനങ്ങളുടെ ലെക്ചേഴ്സ് ഉണ്ട്. പക്ഷെ വേറൊരാള് പറയുമ്പോഴത്തേക്കും ആദ്യം പറഞ്ഞ ആളിന്റെ ലെക്ചറുമായിട്ട് ചിലപ്പോൾ വ്യത്യാസങ്ങൾ വന്നു എന്നിരിക്കും ഒരു ടോപ്പിക്കിൽ തന്നെ. അപ്പോ അങ്ങനെ വ്യത്യാസങ്ങൾ വരുമ്പോൾ നമ്മൾ കൺഫ്യൂസ് ആവും. അതുകൊണ്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം നമ്മൾ ശ്രീല പ്രഭുപാദിന്റെ ലെക്ചർ മാത്രം കേൾക്കുക. മോർണിംഗ് വാക്കും ആൻഡ് ഈവനിങ് വാക്കും ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മളുടെ ഉള്ളിലുള്ള ആ ഡൗട്ടുകളെല്ലാം പ്രഭുപാദ് എത്ര സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ സഹിതമാണ് ആ കൂടെ ഉള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. കൂടെ ഉള്ളവര് ഭഗവാന്റെ മുന്നിൽ നിൽക്കുന്ന അർജുനനെ പോലെയാണ്. അർജുനനെല്ലാം അറിയാം, ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളെ പോലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അർജുനൻ ചോദിക്കുന്നത്. അതേ ചോദ്യങ്ങൾ തന്നെയാണ് നമ്മളിലൂടെ അല്ലെങ്കിൽ പോലും ആ പ്രഭുപാദിന്റെ അസോസിയേറ്റുകൾ ചോദിക്കുന്നുണ്ട്.
അപ്പൊ പ്രഭുപാദ് എക്സാമ്പിൾ സഹിതം മറുപടി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം മോർണിംഗ് വാക്ക് ആൻഡ് ഈവനിങ് വാക്ക് എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്ത് അവൈലബിൾ ആണ് ഓൺലൈനിൽ. അത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ മതി പ്രഭു. അപ്പൊ നമുക്ക് കൺഫ്യൂഷനേ വരില്ല. ഞാൻ അത് മാത്രമേ കേൾക്കുള്ളൂ. ഞാൻ വേറെ ആരുടെയും ലെക്ചർ ഞാൻ കേൾക്കാൻ നിൽക്കൂല. നിന്ന് കഴിഞ്ഞാല് പലരും എന്ന് വെച്ചാൽ ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് സാൻസ്ക്രിറ്റില് എഴുതിയിരിക്കുന്ന കാര്യമാണ്. സംസ്കൃതത്തിലെ ഒരക്ഷരത്തിന് 16 മീനിങ് ആണ്. അത് എവിടെ ചേർന്ന് വരുന്നുവോ അതിനനുസരിച്ച് ആ അക്ഷരത്തിന്റെ മീനിങ് മാറും. അപ്പോ ഒരാള് ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ സംസ്കൃതത്തിൽ വായിച്ച് മനസ്സിലാക്കുന്നത് ഈ 16ൽ ഒരു മീനിങ് ആയിരിക്കും അദ്ദേഹത്തിന്റെ ആ ബുദ്ധിക്ക് അനുസരിച്ച്. അപ്പോ അത് സത്യമായി കൊള്ളണം എന്നില്ല, അതായിരിക്കണം യഥാർത്ഥ അർത്ഥം ആവണം എന്നില്ല. പക്ഷെ ശ്രീല പ്രഭുപാദിന് ഭഗവാൻ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തതാണ്. അപ്പൊ അത് തന്നെയാണ് പരമസത്യം. അപ്പൊ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക വേണ്ടത്. അത് മാത്രം മതി, നമുക്ക് എല്ലാ സംശയവും മാറ്റാൻ പറ്റും. ഹരിബോൽ. ഹരേ കൃഷ്ണ പ്രഭു. നന്ദി. ഹരേ കൃഷ്ണ. മാതാജി ദണ്ഡോത്. ഒരു കാര്യം കൂടെ മാതാജി, മാതാജിയുടെ യൂട്യൂബ് ചാനൽ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഒന്ന് പറയാമോ മാതാജി? മാതാജി ശരിക്കും ഭാഗവതത്തിനെ ഓരോ ശ്ലോകത്തിനെയും വളരെ നല്ല രീതിയിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. അതെല്ലാം മാതാജിയുടെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. മാതാജിയുടെ യൂട്യൂബ് ചാനൽ ഒന്ന് എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഒന്ന് പറയാമോ മാതാജി പ്ലീസ്? അതെ, ശ്രീമദ് ഭാഗവതം എ മലയാളം ടോക്ക് ബൈ ബിന്ദുമതി രാധാദേവി ദാസി. ഇത്രയും അടിച്ചാൽ മാത്രമേ എന്റേത് കിട്ടുള്ളൂ. കാരണം അധികം വ്യൂവേഴ്സ് ഇല്ലാത്തത് കൊണ്ടും പോപ്പുലർ അല്ലാത്തത് കൊണ്ടും ഒരു വാക്കോ 2 വാക്കോ അടിച്ചാൽ കിട്ടില്ല. അപ്പൊ ശ്രീമദ് ഭാഗവതം എ മലയാളം ടോക്ക് എന്ന് അടിച്ചിട്ട് ബൈ ബിന്ദുമതി രാധാദേവി ദാസി ഇത്രയും അടിച്ചു കഴിഞ്ഞാല് സ്കന്ധം 1 മുതൽ ഓരോ ശ്ലോകവും ഡീറ്റെയിൽ ആയിട്ട് ഒരു 1 hour വീതം ഉണ്ട് മിക്ക വീഡിയോസും. അത്രയും ഒന്നുകൂടി പറഞ്ഞ മാതാജി. ശ്രീമദ് ഭാഗവതം എ മലയാളം ടോക്ക് ബൈ ബിന്ദുമതി രാധാദേവി ദാസി. മിക്കതും എന്റെ ഫോട്ടോസ് തന്നെ കാണും. ആദ്യം തമ്പനയിലായിട്ട് ഞാൻ ഉണ്ടാക്കാറില്ല. അപ്പൊ അത് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഞാൻ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് തന്നെ യൂട്യൂബിൽ തന്നെ പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റില് സ്കന്ധം 1, സ്കന്ധം 2, കണ്ടോ 3, കണ്ടോ 4 അങ്ങനെ ഇട്ടിട്ടുണ്ട്. 7ാമത്തെ സ്കന്ധമാണ് ഇപ്പൊ റെക്കോർഡിംഗ് ഗോയിങ് ഓൺ. ഞാനിപ്പോ മോന്റെ കല്യാണം ആയതുകൊണ്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് തുടങ്ങും കണ്ടിന്യൂഷൻ. പിന്നെ അതിന്റെ പ്ലേലിസ്റ്റില് ശ്രീമദ് ഭാഗവതം കാണ്ടോ 1 അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പ്ലേലിസ്റ്റ് എടുക്കണം. എന്റെ യൂട്യൂബ് ചാനൽ അടിച്ചിട്ട് അതിൽ പോയി പ്ലേലിസ്റ്റ് 3 ഡോട്ട് കാണും അല്ലെങ്കിൽ 3 ലൈൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞ് വരും, ഓപ്ഷൻ വരും. ആ പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് കാണ്ടോ വൈസ് ഫസ്റ്റ് കാണ്ടോ സെക്കൻഡ് കാണ്ടോ അങ്ങനെ ഞാൻ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. ഇപ്പോ 7ാമത്തെ സ്കന്ധമാണ് ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് 7ാമത്തെ സ്കന്ധത്തില് പകുതി എങ്ങാണ്ടേ ആയിട്ടുള്ളൂ. ബാക്കി അത് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. 12 സ്കന്ധം വരെയും ഡീറ്റെയിൽ ആയിട്ട് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ആഗ്രഹം. ശ്രീമദ് ഭാഗവതം എ മലയാളം ടോക്ക്. ശ്രീമദ് ഭാഗവതം എ മലയാളം ടോക്ക് TALK ടോക്ക് ബൈ ബിന്ദുമതി രാധാദേവി ദാസി. ഇത് മക്കൾ ഉണ്ടാക്കി തന്ന ചാനലാണ്. അത് കാരണം എനിക്ക് പേരൊന്നും മാറ്റാൻ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അങ്ങനെ ആദ്യം ഉണ്ടാക്കിയതുപോലെ തന്നെ ഇപ്പോഴും ഉണ്ട്. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. വളരെ നന്ദി. മാതാജിയുടെ ഈ മനോഹരമായ സ്പീച്ച് 7 സ്കന്ധം വരെ ഓരോ ശ്ലോകത്തിനും 1 മണിക്കൂർ വച്ച് മാതാജി 7 സ്കന്ധങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. പല ആൾക്കാരും ഭാഗവതം ഒരു പ്രാവശ്യം പോലും വായിക്കാത്ത ആൾക്കാരുള്ള ഈ കാലത്ത് മാതാജി ഇത്രയും നല്ല രീതിയിൽ ഓരോ ശ്ലോകത്തിനും 1 മണിക്കൂർ ക്ലാസ് വെച്ച് 7 സ്കന്ധങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ മഹാഭാഗ്യമുള്ള ഒരു വലിയൊരു വൈഷ്ണവിയെയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാതാജിയുടെ ക്ലാസ് ഇനിയും നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നു. നന്ദി മാതാജി. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ബ്രോ. താങ്ക് യു. ഹരിബോൽ. ഹരേ കൃഷ്ണ. ആൾ ഗ്ലോറീസ് ടു ശ്രീല പ്രഭുപാദ് ഉള്ളി. പ്രഭുപാദിന്റെ കൃപ ഇല്ലായിരുന്നെങ്കിൽ നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ലായിരുന്നു പ്രഭു. അതാണ്. മാതാജി നല്ല ക്ലാസ് ആയിരുന്നു മാതാജി. പക്ഷെ എനിക്ക് ഞാൻ വൈകിയാണ് ചേർന്നത്. ക്ലാസ്സാണ് എനിക്ക് കിട്ടുന്നത്. ഞാൻ ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും അത് യൂസ് ചെയ്യാം. അതെ, ഏത് സ്കന്ധം വേണമെങ്കിലും എടുത്ത് കേട്ട് കഴിഞ്ഞാല് നിങ്ങൾക്ക് അത്രയും പോർഷൻ നല്ല ക്ലിയർ ആവും.
പിന്നെ ഞാൻ അഞ്ചാമത്തെ ജനറൽ ഗ്രന്ഥം ചാനലിന്റെ വീഡിയോ ആണ് ഇപ്പൊ ഇട്ടിരിക്കുന്നത്. വീഡിയോയുടെ ജനറൽ ചാനൽ ലിങ്ക് ആണ് ഇട്ടേക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് മാജി പറഞ്ഞതുപോലെ പ്ലേലിസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാൻഡോ വൈസ് ഓരോ വീഡിയോസും കാണാൻ പറ്റും. അതിൽ ഡേറ്റ് വൈസ് കിടപ്പുണ്ടാവും, ശ്ലോക വൈസ് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് താഴോട്ട് പോയാൽ മതി. അതെ. പിന്നെ ക്ലാസ് എടുത്തതും ഉണ്ട്. അതെ, ക്ലാസ് ചിലര് നമ്മുടെ ചില മാതാജിമാർക്ക് യൂട്യൂബിൽ ഇങ്ങനെ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, എടുക്കുമ്പോ ഫസ്റ്റ് ക്ലാസ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, പിന്നെ കാണാൻ പറ്റുന്നില്ല എന്ന് പറയും. കാരണം നമ്മൾ ലിങ്ക് തരുമ്പോ ആ മെയിൻ ചാനലിന്റെ ലിങ്ക് ആയിരിക്കും തരിക. അപ്പൊ നിങ്ങൾ അത് എടുത്തിട്ട് പിന്നെ ബാക്ക് അടിക്കുമ്പോ ആ ചാനലിന്റെ പേര് കാണും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിന്റെ വീഡിയോസ് എന്നുള്ള ഓപ്ഷനിൽ കൊടുക്കുമ്പം ലേറ്റസ്റ്റ് വീഡിയോസ് ഫുള്ള് വന്ന് കിടക്കും. അപ്പൊ അതിൽ നിങ്ങൾ ഓരോന്നായിട്ട് നിങ്ങൾ ഏതോട്ട് കാണണോ അത് കണ്ടു പോയാൽ മതി. ക്ലിയർ ആയെന്ന് ചോദിക്കായിരിക്കുന്നു. ഹരേ കൃഷ്ണ. അല്ലെങ്കിൽ ഫോണിൽ സേവ് ചെയ്ത പയ്യന്മാര് പിള്ളേര് കുട്ടികളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അവരെ കൊടുത്തു കഴിഞ്ഞാൽ അവര് അത് മൊത്തം സേവ് ചെയ്ത് ഇട്ട് തരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതിൽ മാത്രം തൊട്ടാൽ കാണാൻ പറ്റും. അങ്ങനെയും ചെയ്തു തരും. പിള്ളേരുടെ പറഞ്ഞാൽ മതി, ഈ ചാനലിന്റെ എല്ലാ വീഡിയോസും എൻ്റെ ഫോണിലൊന്ന് ഇട്ട് ആ മക്കളെ എന്ന് പറഞ്ഞാൽ അവർ ചെയ്തു തരും. അങ്ങനെയാണെങ്കിൽ സമയം കിട്ടുമ്പോൾ നമുക്ക് അതിൽ തൊട്ടാൽ മതി, എല്ലാം വരും. ഹരിബോൽ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. പ്രണാം മാതാജി. താങ്ക് യു. ഹരിബോൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. അപ്പോ വാച പറയാം. വാഞ്ച കൽപ്പതരൂപശ്യ കൃപാ സിന്ധുഭൈരവച പതിതാനാം ഭാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ വൃന്ദ की जय, श्रीला प्रभुपाद की जय, गुरु महाराज की जय, नित्य गौर प्रेमानंदे. हरि हरि बोल. हरे कृष्ण. थैंक यू. हरे कृष्ण. हरे कृष्ण.